എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു റിസൾട്ട് വന്നപ്പം. കാരണം നമുക്കിത് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം അല്ലേ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും നമ്മൾ കുറേ ടൈം എടുത്ത് ഇതിന് പഠിച്ച് ഇത്ര വന്ന് ഇനി ഇത് ഫെയിലായ എന്തായിരിക്കും, അങ്ങനെ ഒരു ടെൻഷൻ എന്തായാലും കാണുമല്ലോ. അപ്പോൾ പാസ്സായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അത് മാത്രമല്ല നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നു. എഴുതണ്ട എന്ന് വെച്ചിരുന്നതാണ്. ഇവിടുന്ന് അത് കേട്ടിട്ട് മാത്രമാണ് ഞാൻ എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടുന്നുള്ള സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതില്ലാതെ ഞാൻ രണ്ടാമത് എഴുതില്ലായിരുന്നു. ഞാൻ എഴുതുന്ന സമയം തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര പാടാ, എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നിച്ചാൽ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ കിട്ടും. ഇവിടുന്നാണെങ്കിലും അവർ മാക്സിമം നമ്മളെക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നഴ്സിംഗ് 4 വർഷം പഠിച്ചു. അതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്, പഠിക്കാൻ എങ്ങനെയുണ്ട്, പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്. ഇനി പുറത്തേക്ക് പോകണം, അതിനുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയ ആയിരുന്നു. അതെ, ഓസ്ട്രേലിയ നോക്കുന്നത്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ പോയി എക്സാം എഴുതണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. Hi guys, so today we are having Suri Lakshmi, one of our NCLEX RN clients who has passed NCLEX RN examination in her second attempt. So let's welcome Suri Lakshmi. Hi. ഹായ്. So Suri Lakshmi, എങ്ങനെയുണ്ടായിരുന്നു ആദ്യം NCLEX RN റിസൾട്ട് വന്നപ്പോൾ? ഫാമിലിയിൽ എല്ലാവരും എന്തൊക്കെ പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു റിസൾട്ട് വന്നപ്പം. കാരണം നമുക്കിത് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പാടാണ്, നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും നമ്മൾ കുറേ ടൈം എടുത്ത് ഇതിന് പഠിച്ച് ഇത്ര വന്ന് ഇനി ഇത് ഫെയിലായ എന്തായിരിക്കും, അങ്ങനെ ഒരു ടെൻഷൻ എന്തായാലും കാണുമല്ലോ. അപ്പോൾ പാസ്സായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഒരു എക്സാം ഒന്നാമത് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു പാസ്സായത്. സൂര്യ ലക്ഷ്മിയുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നല്ലേ? അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് ഒന്നും കൂടി എഴുതാൻ പോയപ്പോൾ, അല്ലെങ്കിൽ ഒന്നുകൂടി എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പേടി മാറിയായിരുന്നു? പേടി മാറിയായിരുന്നു. പിന്നെ എന്നാലും പേടി മാറിയെന്ന് പറഞ്ഞാലും ഇനി രണ്ടാമത്തെ വട്ടം എഴുതിയിട്ട് ഇനി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇത്രയും ടൈം എടുത്ത് പഠിച്ചതാണ്, അത് വെറുതെ നമുക്ക് വേസ്റ്റ് ആവും. പിന്നെ ആദ്യത്തെ വട്ടവും ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തു. പക്ഷെ രണ്ടാമത്തെ വട്ടം ഞാൻ കുറച്ചും കൂടെ തിയറി കുറച്ചും കൂടെ നന്നായിട്ട് കുറേയും കൂടെ പ്രിപ്പയർ ചെയ്തു. അതേപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും തന്നെ കുറേ നമുക്ക് എങ്ങനെ അത് ആൻസർ ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് പിടികിട്ടി. സോ സൂര്യലക്ഷ്മി എങ്ങനെയായിരുന്നു റേഡിയോ ഇൻഫോയോ അക്കാഡമിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിങ് ചെയ്യുന്ന ഏജൻസി ത്രൂ ആണ് അറിഞ്ഞത്. അവരാണ് എനിക്ക് 18 റെക്കമെൻഡ് ചെയ്ത് തന്നത്. സോ നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്ന ആ ഒരു ടീച്ചിങ് മെത്തഡോളജി, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതെല്ലാം എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അത് മാത്രമല്ല നോട്ട്സും പ്രൊവൈഡ് ചെയ്യും. നമുക്ക് പഠിപ്പിക്കുന്ന സമയം തന്നെ നോട്ട്സ് എഴുതാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് തന്നെ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമുക്കതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മൊത്തത്തിൽ. സോ ടീച്ചേഴ്സ് ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ ആൻസർ ചെയ്ത് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടി വന്നിരുന്നോ? നമുക്ക് ഒരെണ്ണം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അത് ശരിയായി. അങ്ങനെ പിന്നെ അവർ ഒരുപാട് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം നമുക്ക് സ്കോർ കളയാതിരിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാഡംസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇവിടുത്തെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ക്ലാസ് മാത്രമായിരുന്നോ, അത് ക്ലാസ് കൂടാതെ നിങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിരുന്നോ? ഇത് പറ്റുമോന്നോ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നിയൊരു സമയത്ത് ഇവിടുന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, അങ്ങനെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ബാക്ക് എഫേർട്സ് ഉണ്ടായിരുന്നു ഇവിടെ? അത് ശരിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വേണ്ട, ഇനിയിപ്പോൾ നോക്കുന്നില്ല, കാരണം ഒരു വട്ടം പോയി. പിന്നെ എനിക്ക് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉള്ളവരൊക്കെ പറഞ്ഞു ഒരു വട്ടം കൂടി എന്തായാലും എഴുതുക, കിട്ടും എന്നൊക്കെ. ക്ലൈൻറ്റ് കോർഡിനേറ്ററൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും എഴുതും. അപ്പോൾ ഞാൻ എഴുതണ്ട എന്ന് വെച്ചിരുന്നതാണ്. ഇവിടുന്ന് അത് കേട്ടിട്ട് മാത്രമാണ് ഞാൻ എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടുന്നുള്ള സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതില്ലാതെ ഞാൻ രണ്ടാമത് എഴുതില്ലായിരുന്നു. സൂര്യലക്ഷ്മിക്ക് എന്താ ഇനി ഇങ്ങനെ പേടിച്ച്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു പേടിയാണ്, എനിക്കിനി വയ്യത് എക്സാം എഴുതാന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് സൂര്യലക്ഷ്മിക്ക് ഇനി അവരോട് പറയാൻ ഒരു കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എക്സാം എങ്ങനെയാണ്. കാരണം ഞാൻ എഴുതുന്ന സമയം തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര പാടാ, എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നിച്ചാൽ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ കിട്ടും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തന്നെ 2 വട്ടം എഴുതി. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന അങ്ങനെ ഒരു ആളൊന്നുമില്ലായിരുന്നു. ഇവിടുന്നാണെങ്കിലും അവർ മാക്സിമം നമ്മളെക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. മെറ്റീരിയൽസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം തരുന്നുണ്ട്. നമ്മൾ ഒരു എഫേർട്ട് എടുത്താൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? അവരിപ്പോൾ പേടിച്ചിരിക്കുവാണെങ്കിൽ എന്തായിരിക്കും സ്വയം കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നഴ്സിംഗ് 4 വർഷം പഠിച്ചു. അതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പഠിക്കുക.
പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക, നല്ലപോലെ ചിന്തിച്ച് ചെയ്യാനായിട്ട് പഠിക്കുക. കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയറിയും കുറേ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കയ്യിട്ട് വരാവുമല്ലോ. സോ നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് ഹെൽപ്ഫുൾ ആയിരുന്നല്ലേ? ലീവ് ഒക്കെ എടുത്ത സമയത്ത് ഇവിടെ നിന്ന് ശല്യപ്പെടുത്തിയിരുന്നോ? ക്ലാസ്സിൽ കയറാത്ത എന്താണ്? വേണംസ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിയുടെ സമയമാണെങ്കിൽ പോലും നമുക്ക് പല ഷിഫ്റ്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമുക്ക് പിറ്റേ ദിവസം ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാം. പിന്നെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് തോന്നിയാലും നമുക്ക് ആ ക്ലാസ് കേട്ട് വീണ്ടും ആ നോട്ട്സ് എല്ലാം വീണ്ടും എഴുതിയെടുക്കാൻ പറ്റും, വീണ്ടും ക്ലാസ് കേൾക്കാനായിട്ട് പറ്റും. റെക്കോർഡ് ക്ലാസ് അതിനും കൂടി നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റാണ് റെക്കോർഡ് ക്ലാസ്സും കൊണ്ട്. കാരണം ആ കണ്ടിന്യൂസ് ആ ക്ലാസ് അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്, അങ്ങനെ മിസ്സാവത്തില്ല. മൊത്തത്തിൽ നമ്മുടെ ക്ലാസ് ഇനി ഫ്യൂച്ചറിൽ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ആരെങ്കിലും റെഫർ ചെയ്യും. കാരണം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇവിടുന്ന്. ക്ലാസ്സസ് ആണെങ്കിലും നല്ലതായിരുന്നു, അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും നല്ലതായിരുന്നു. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കോച്ചിങ് ആണെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ സർവീസ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമുള്ള ഇവിടുന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം കോൺടാക്ട് ഇപ്പം മുതൽ ലാസ്റ്റ് എൻക്ലെക്സിന്റെ റിസൾട്ട് വന്നപ്പോൾ വരെയുള്ള അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്, പഠിക്കാൻ എങ്ങനെയുണ്ട്, പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമില്ല, കിട്ടും, എഴുതി കിട്ടും, നന്നായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആദ്യം തൊട്ടേ നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ്സസ് നമുക്ക് എന്തെങ്കിലും സൈറ്റിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതാണെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഇനി എന്താണ് ഭാവി പ്ലാൻസ്? എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണം, അതിനുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയ ആയിരുന്നു? അതെ, ഓസ്ട്രേലിയ നോക്കുന്നത്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അവിടെ ഇപ്പോൾ എക്സാം എഴുതണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഓസ്ട്രേലിയയിൽ വെച്ച് ഉണ്ടാവട്ടെ. ഐ ഹാവ് സംതിങ് ഫോർ യു. ഹായ് ഗൈസ്, എൻഗ്ലക്സാറും പിന്നെ സൂര്യരശ്മി ആണ് ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് ചെയ്യാണ്. എൻഗ്ലക്സ് ക്ലിയർ ചെയ്തു, ഇനി ഓസ്കിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് പോവുകയാണ്. നമ്മുടെ ഓരോ വന്നിട്ട് സിസ്റ്റം. അപ്പൊ നമുക്ക് ഈ ഒരു നല്ല തുടക്കം കുറച്ച് മധുരമായാലോ? So let me invite our senior manager, Steffi Sharon, to hand over our token of appreciation to Surya Lakshmi.